യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മിനി ഹണിമൂൺ വ്ളോഗ്. പ്ലീസ് ഗോ ടു വാച്ച് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം വി ആർ ഗോയിങ് ടു ദ സെൻട്രൽ കൊച്ചി. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടപ്പള്ളി. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഹാവ് എ മേക്ക് ഓവർ, ഒരു പോസ്റ്റ് മാരേജ് മേക്ക് ഓവറിന് വേണ്ടി പോവാം. എനിക്കും ജിത്തുവിനും രണ്ടുപേർക്കും ഹീസ് ലൈക്ക് എ ബ്രദർ. അപ്പം ഗൗതമാറ്റിന്റെ എൻഗേജ്മെന്റിന് വേണ്ടി പോവാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് ടോണി ആൻഡ് ഗൈ. വി സെർച്ച്ഡ് എ ലോട്ട് ഓഫ് പ്ലേസസ് ഹിയർ. പിന്നെ നമ്മൾ കൊച്ചിയിലോട്ട് പുതിയതായത് കാരണം വി ഡോണ്ട് നോ മച്ച് പ്ലേസസ് ഹിയർ. അതൊരു കാര്യം. അങ്ങനെ ചേച്ചി ചേട്ടായി അവര് രണ്ടുപേരും നമ്മുടെ കൂടെ UK-ല് ഉള്ളവരാ. അപ്പൊ അവരെ വിളിച്ചിട്ട് ചോദിച്ചു ഇവിടെ എങ്ങനെയായിരിക്കും, ലൈക്ക് ഏതെങ്കിലും അറിയാവുന്ന ഷോപ്സ് ഉണ്ടെന്ന്. അപ്പൊ ഒരു കൊലാബ് ഹെയർ ആൻഡ് സ്പാ ഒരു സലൂണും പിന്നെ ഒരു ഹെയർ ഇൻഫിനിറ്റി, ഈ രണ്ട് സലൂണാണ് ചേച്ചി നമുക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ബിക്കോസ് ചേച്ചിയും ചേച്ചിയുടെ സിസ്റ്റേഴ്സ് എല്ലാം അവിടെ പോയത് കാരണം ദേ നോ ദാറ്റ് പ്ലേസ് ഇസ് ഗുഡ്. പക്ഷെ അവിടെ വിളിച്ച് ചോദിച്ചപ്പം നമ്മളുടെ നല്ല സമയത്തിന് നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. നാളത്തേനെ ഉള്ളൂ അപ്പോയിന്റ്മെന്റ്. നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ഐ ഡിഡ്ന്റ് ടോക്ക്, ഹി ഓൺലി സ്പോക്ക് ടു ദം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിനെ ഉള്ളൂ അപ്പോയിന്റ്മെന്റ്. അപ്പൊ പിന്നെ നെക്സ്റ്റ് വീക്ക് വരെ നമുക്ക് കാത്തിരിക്കാനല്ല, വി ആർ നോട്ട് കമ്മിങ് ബാക്ക് നെക്സ്റ്റ് വീക്ക് ടു ദിസ് പ്ലേസ്. അപ്പൊ അവിടെ പോകാൻ പറ്റിയില്ല. സോ വി ഫൈനലി കെയിം ടു എ കൺക്ലൂഷൻ ടു ഗോ ടു ടോണി ആൻഡ് ഗൈ. കല്യാണത്തിന് മുന്നേ ജിത്തുവിന്റെ അനിയത്തി അവിടെ നിന്നാണ് ഒരു ലെയർ കട്ട് ചെയ്തത്. അപ്പൊ ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. It was nice for her hair and they have done a good thing. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി, ഫൈനലി വി വിൽ ഗോ ദെയർ. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ they are open. അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് ഒരു ഹെയർ കട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ 10th പഠിക്കുമ്പോൾ എനിക്ക് കണ്ടമാനം മുടിയുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു. 11th കോളേജ് വൈബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലോങ് ഹെയർ സ്റ്റെപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ പെണ്ണ് അവൾക്ക് മുടി കിട്ടിയപ്പോൾ അവൾക്ക് അങ്ങ് ആക്രാന്തം മൂത്ത് അവൾ എങ്ങനെയൊക്കെയോ വെട്ടിവെച്ച്. ഞാൻ 12th പഠിക്കുക. അങ്ങനെ അത് എന്തോ ആയി, അതൊരു സ്റ്റെപ്പും അല്ല ലെയറും അല്ല. എന്നാ എൻ്റെ നടുവിന്റെ താഴെ നിന്നിരുന്ന മുടി ഇറ്റ് കെയിം അപ് ടു മൈ ഷോൾഡർ. അത്ര അവള് വെട്ടിമുറിച്ച് കളഞ്ഞു. അന്ന് ഞാൻ ഹെയർ കട്ട് വിട്ടതാണ്. അപ്പം മുതൽ ഞാൻ സ്ട്രെയിറ്റ് വെട്ടി മമ്മി എനിക്ക് വെട്ടിത്തരും. അപ്പൊ സ്ട്രെയിറ്റ് വെട്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയർ ഇത്ര വരെ ആക്കി. നൗ ഞാനിപ്പോ എൻ്റെ ഹെയറിന്റെ കണ്ടീഷൻ അത്ര നല്ലതൊന്നുമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, വി വിൽ ഗിവ് വൺ മോർ ട്രൈ. കുറച്ചൊന്ന് നല്ലപോലെ വെട്ടിയിട്ടിട്ട് പിന്നെ ഒന്ന് കെയർ ചെയ്യുമ്പോൾ നല്ല ഹെയർ ഗ്രോത്ത് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഡു എ ഹെയർ കട്ട് ടുഡേ. പിന്നെ അതല്ലാതെ സിൻസ് വി ഹാവ് എൻഗേജ്മെന്റ് അറ്റൻഡ്, നമ്മൾ വിചാരിച്ച ഒരു കുഞ്ഞ് ക്ലീനപ്പും ഒക്കെ ചെയ്യാന്ന്. അപ്പൊ ത്രെഡിങ് ഒക്കെ ഞാൻ കല്യാണത്തിന് മുന്നേ ചെയ്തു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായി. അതിന് മുന്നേ ഞാൻ ചെയ്തതാണ് പെഡിക്യൂർ മാനിക്യൂർ അതൊക്കെ. അപ്പം ഇപ്പം കുറച്ച് എന്തൊക്കെയോ ഒന്ന് ഡള്ളായി ഫേസ്. അപ്പൊ ഒരു ക്ലീനപ്പും പിന്നെ ത്രെഡിങ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് ടോണി ആൻഡ് ഗൈലോട്ട്. സോ ഇഫ് യു ഹാവ് നോട്ട് യെറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇറ്റ്സ് ലൈക്ക് വന്നപ്പോ തന്നെ ഇത് ഇവളുടെ പ്ലാനാ. സോ ബട്ട് ഓൺ ദ വേ ഒരു ഉള്ളിലോട്ടുള്ള വഴിയാണ്. ലൈക്ക് കൊച്ചി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് കൊച്ചി, ഇറ്റ്സ് ഇൻ ലൈക്ക് കുമ്പളങ്ങി, ലൈക്ക് നിയർ ആലപ്പുഴ. അപ്പോൾ കുമ്പളങ്ങി ഉള്ളിലോട്ട്, ഇറ്റ്സ് ലൈക്ക് വില്ലേജ് പ്ലേസ്, മറ്റേ പ്ലേസാണ്. ബട്ട് അത് ഉള്ളിലോട്ട് പോയപ്പോൾ റിസോർട്ട് വാസ് ഫൈൻ. ഫൈനല്ല, ഗുഡാണ് എക്സാക്ട്ലി. അത് അതിനുള്ളിൽ ഫുള്ളി പാക്ഡ് ആയിട്ട് സൂപ്പർ സ്ഥലമാണ്. ഫുഡ് സൂപ്പറാണ്. ഡു വിസിറ്റ്, എല്ലാവർക്കും പറ്റുന്ന ഒരു പ്ലേസാണ്. ഫാമിലി, കപ്പിൾസ്, ഫ്രണ്ട്സ്, ബാച്ചിലേഴ്സ്, എവ്രി വൺ. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാം. എല്ലാതും ഉണ്ട് അവിടെ. ലൈക്ക് ഓൾ ഗുഡ്. സോ കം ആൻഡ് ഡു വിസിറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സലൂണിലൊക്കെ പോകുന്നത്. എനിക്ക് എന്തുണ്ടെങ്കിലും മമ്മി ചെയ്ത് തരും. അപ്പോൾ എനിക്ക് സലൂണിൽ പോകേണ്ട നെസസിറ്റി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം. സോ ദ എക്സ്പീരിയൻസ് വാസ് റിയലി ഗ്രേറ്റ് ബിക്കോസ് ഓഫ് കോഴ്സ് വലിയൊരു കടയാണ്. ഡെഫിനറ്റ്ലി തിങ്സ് ആർ ഗോയിങ് ടു ബി ഗുഡ്. ആൻഡ് ഐ വെൻറ്റ് അപ്പ് വിത്ത് ബ്രൈറ്റനിങ് facial. Not facial, it is a cleanup, brightening cleanup. But actually, to be very frank, it's not worth the money because കുറേ പൈസ അവർ വാങ്ങിച്ചു. പക്ഷേ ഫേഷ്യൽ മസാജസ് പോലെ മസാജൊന്നും അവർ തന്നിട്ടില്ല. ബട്ട് ഹെയർ കട്ടിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം
ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ്. എൻ്റെ ഒരു ഫേസിന് നല്ലൊരു ടെക്സ്ചർ തന്നു. ഹി ഡിൻ മേക്ക് ഇറ്റ് ടു ഷോർട്ട്. കാരണം ചിലവർ അതിന് മുടി വെട്ടിമുറിച്ച് ആകെ അലമ്പാക്കും. ബട്ട് ഹി മെയ്ഡ് ഇറ്റ് റിയലി ഗുഡ് ആൻഡ് ഐ വാസ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹെയർ കട്ട്. ആൻഡ് ജിത്തുവിനും ഹെയർ കട്ട് വാസ് ലൈക്ക് സാറ്റിസ്ഫാക്ടറി. എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് വാവ്, എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറിപ്പോയി. സോ എക്സ്ട്രീംലി ഗുഡ് വിത്ത് ഹെയർ കട്ട്. ടോണി ആൻഡ് ഗൈയിൽ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഹെയർ കട്ടിന് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ. ആൻഡ് ദാറ്റ് ഗൈ ഹൂ ഡിഡ് കട്ട് ഫോർ മീ ഈസ് ഓൾസോ വെരി നൈസ്. ജിത്തുനും ഹെയർ കട്ട് പിന്നെ ബിയേർഡ് ഷേപ്പിംഗ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് അവന് ഫേഷ്യലാണ് ചെയ്തത്. ഇറ്റ് വാസ് വാവ്, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ടൈം 3 o'clock ആയി. ഫുഡ് കഴിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടായിയും ചേച്ചിയും എറണാകുളത്തുണ്ട്. അപ്പോൾ ചേട്ടായി സർപ്രൈസ് വിസിറ്റാണ്. അവർക്ക് നമ്മൾ പോയി ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാം. ലൊക്കേഷനൊക്കെ നമുക്ക് അയച്ചു തന്നായിരുന്നു, പക്ഷെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവർ ടാറ്റു അടിക്കാൻ വേണ്ടി പോയേക്കാം ചേട്ടായുടെ കയ്യിലല്ലല്ലോ, ഷോൾഡറിൽ. ഇവിടെ അടിക്കാൻ പോയേക്കാണ്. അപ്പോൾ നമുക്ക് പോയി അവരെ കാണാം. ആൻഡ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് മേക്ക് ഓവറിൻ്റെന്ന് ചോദിച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാം സ്ഥിരം ഉള്ളതുപോലെ തന്നെ മറ്റേ പാർലറിൽ പോയി നമ്മളൊരു കാര്യം ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വീട്ടിൽ ചെന്ന് ഇതൊക്കെ കഴുകി കളയുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയി ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ മുടി നല്ലോണം തിന്നായിരുന്നു, കെയർ ഒന്നും ചെയ്യാതെ. അപ്പോൾ ഞാനൊരു ലെയർ കട്ടിലാണ് പോയി. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഇനിയും തിന്നാവും ഹെയർ, അപ്പോൾ അതിനേക്കാളും നല്ലത് സ്ട്രെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ലെയർ ചെയ്യാം. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ലെയർ ചെയ്തു. ഞാൻ യൂഷ്വലി അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഈ കല്യാണത്തിൻ്റെ കാര്യം കൊണ്ട് കുറേ ദിവസമായിട്ട് ലെയർ കട്ട് ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഹെയർ സ്റ്റൈലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് എന്തായാലും അത് ചെയ്തു. ഫീൽസ് ഫ്രഷ് and I got a clean up also done. അവനും ക്ലീൻ അപ്പ് ചെയ്തു. And what else did you do? Tell. Haircut clean up and beard shaping. അതൊക്കെ ചെയ്തു. That's it. Both of us are looking different. Gautamata, we are ready for your engagement. അങ്ങനെ ചേച്ചിനെ കണ്ടുപിട്ടി ഗൈസ്. അതെ യൂട്യൂബ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരാളെ കാണാൻ പോകുന്നു. ഇവിടെ ഒരാൾ ടാറ്റു അടിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഗൈസ് കണ്ടോ, വേദനിക്കുന്ന ടാറ്റു ആർട്ടിസ്റ്റ് കണ്ടോ. അങ്ങനെ കാണും ഗൈസ്. സർപ്രൈസ്. ടാറ്റു അടിക്കുന്നു ഗൈസ്. നമ്മൾ പോയി ചേട്ടായിനെ കണ്ടു. വാവ്, ചേട്ടായിക്ക് നല്ല പെയിൻ ഉണ്ട്. ബട്ട് ഹി കാൺ ടെൽ ദ 21 സൈറ്റിലെ പറ്റും. അപ്പോൾ ചേട്ടായി ഇനി ഒരു 2 hours കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ കണ്ടിട്ടൊന്ന് ചേച്ചിയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ജയലക്ഷ്മി പോയി. അപ്പോൾ വി കെയിം ടു ലുലു മോൾ. നമ്മൾ വിചാരിച്ചു നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ലുലു മോളിൽ വന്നേക്കാം നമ്മൾ. അപ്പോൾ ഫുഡും കഴിച്ച് ആ സാധനം മേടിച്ചിട്ട് ഡയറക്റ്റ് ഗൗതമേട്ടൻ്റെ വീട്ടിലോട്ട്. ഗൗതമേട്ടൻ ഇപ്പോൾ ഒരു 100 പ്രാവശ്യം വിളിച്ച് ചോദിച്ചു എപ്പോഴാണ് വരുന്നത്, നാളെ പരിപാടിയായിട്ട് എനിക്ക് വേഗം കിടന്നുറങ്ങണം, വേഗം വാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര പെട്ടെന്നാവും അത്ര പെട്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും അല്ലേ. അതെ നമ്മളെ പരിപാടിക്കൊക്കെ നമ്മൾ പുലർച്ചെ വരെ ഉറക്കമുളച്ചിട്ട് ഇരുന്ന ആൾക്കാരാണ്. അവന് ഒരു എൻഗേജ്മെന്റിന് അവന് 10 മണിക്ക് കിടന്ന് ഉറങ്ങണം പോയി. ശരിയാക്കി തരാം. 10 മണിക്ക് ഉറക്കത്തെ ശരിയാക്കി തരാം. ഗൗതമേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഗൗതമേട്ട 10 മണിക്ക് ഉറക്കത്തെ ശരിയാക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ലുലു മോളിൽ കഴിക്കാൻ വന്നേക്കാണ്. എന്തൊക്കെയാ പറ. ഇതെന്താ മിനി ആന്ധ്ര പ്ലാറ്റർ അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് പറയും? ബിരിയാണി പറ. ബിരിയാണി റൈസ്, ചിക്കൻ കബാബ്, ചിക്കൻ കറി, 1 റൊട്ടി, സാലഡ്, ചിക്കൻ ഗ്രേവി, റൈത്ത, പുതിന ചട്നി.
കഴിക്ക്, എങ്ങനെയുണ്ട് പറ. ചുമ്മാ നീ എന്താ ഫുഡ് റിവ്യൂ കൊടുക്കണം. നഗാസ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എനിക്ക് ഇത്രയും ഫേവറേറ്റ് ആയിട്ട് ഞാൻ പുറത്തുനിന്ന് ഇത്രയും എൻജോയ് ചെയ്ത് ഞാൻ വേറെ ഫുഡ് കഴിച്ചിട്ടില്ല. ആന്ധ്ര മീൽസ് ആയതുകൊണ്ടായിരിക്കും ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി വിത്ത് ദ ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾക്ക് ട്രോളി വാങ്ങാനായിരുന്നു. അപ്പോൾ വി വർ ട്രാവലിംഗ് ടു UK അല്ലേ, അപ്പോൾ സോ വി ഹാഡ് ടു ബൈ ട്രോളീസ്. അപ്പോൾ നമ്മളൊരു ക്യാബിൻ ബാഗും 3 വലിയ ബാഗും വാങ്ങിച്ചു. ആൻഡ് മീൻ ടൈം ദർ വാസ് ദിസ് സം ഗൈ ഹു ഹാഡ് കം. ആരാന്ന് നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് ദർ വാസ് ക്രൗഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടത് ഗൗതമേട്ടൻ്റെ വീട്ടിലോട്ട്. ഓൺ ദ വേ കുറേ ദൂരെ എത്തിക്കഴിഞ്ഞിട്ടാണ് ജിത്തു റെക്കഗ്നൈസ് ചെയ്യുന്നത് അവൻ്റെ ഇയർപോഡ്സ് കാണുന്നില്ലെന്ന്. അങ്ങനെ അത് കളഞ്ഞു പോയി എന്നുള്ള വിഷമത്തിലൊക്കെ ഞങ്ങൾ ഗൗതമേട്ടൻ അങ്ങോട്ട് പോവാണ്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, അവൻ്റെ ഫോണിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് 10% ബിലോ ആയി. അങ്ങനെ കുറേ സീനൊക്കെ ആയി. ബട്ട് ഫൈനലി ഇയർപോഡ്സും കിട്ടി. വി റീച്ച്ഡ് ഗൗതമേട്ടൻസ് ഹൗസ് ഓൺ ടൈം.